നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരാളുടെ ജീവിത കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ജീൻ ഡൊമിനിക് ബോബി. അദ്ദേഹം ഒരു പ്രശസ്തമായ ഫ്രഞ്ച് മാഗസിൻ്റെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു. അദ്ദേഹം വളരെ ആർഭാടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. ഒരിക്കൽ തൻ്റെ വിലയേറിയ കാറിൽ തൻ്റെ മകനൊപ്പം അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. ബുദ്ധിശക്തിയും പ്രശസ്തിയും കൈമുതലായുള്ള വാക്കുകൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന അത്ഭുതപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ബോബി. എന്നാൽ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു തലവേദന അനുഭവപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അദ്ദേഹം വണ്ടി ഒരു അരികിൽ പിടിച്ചു നിർത്തി. അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ തളർത്തിക്കളഞ്ഞ സ്ട്രോക്കിൻ്റെ ലക്ഷണമായിരുന്നു അപ്പോഴനുഭവിച്ചത്. ആ നിമിഷം വരെ ലോകം കണ്ടിരുന്ന ഏറ്റവും വിജയിയായ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിനുള്ളിൽ ഒരു വെറും തടവുകാരനായി മാറി. അത് കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ. ദിവസങ്ങൾക്ക് ശേഷം ബോബി ആശുപത്രി കിടക്കയിൽ കണ്ണു തുറന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല. സംസാരശേഷി അപ്പാടെ പോയി. ബോബിയുടെ ബുദ്ധിശക്തിക്കാണെങ്കിലോ യാതൊരു തകരാറുമില്ല. എന്നാൽ ശരീരം ഒരു ഡ്രൈവിംഗ് ബെല്ല് പോലെയായി. ഇടത് കണ്ണിൻ്റെ ഒരു പോള മാത്രം ഒന്ന് ചലിക്കും. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വല്ലാത്ത നിരാശയിൽ മൂടുകുത്തി വീണേനെ. എന്നാൽ തനിക്ക് ബാക്കിയുള്ള ആ ഒരു കണ്ണിൻ്റെ പോള തൻ്റെ ശബ്ദമാകുമെന്ന് ബോബി മനസ്സിലാക്കി. അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു. പരാജയപ്പെടാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഒരു സഹായിയെ കൂടെ കൂട്ടി. അവൻ ഓരോ അക്ഷരമായി ഉറക്കെ വായിക്കും. തനിക്ക് വേണ്ട അക്ഷരം എത്തുമ്പോൾ ബോബി കണ്ണൊന്ന് ചുമ്മും, ഇങ്ങനൊന്ന് ചുമ്മും. ഒരു ചുമ്മലാണെങ്കിൽ അതെ, രണ്ട് ചുമ്മലാണെങ്കിൽ അല്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡിയ. ഓരോ അക്ഷരമായി കൂട്ടിയിണക്കി കഠിനമായ വേദനയോടെ അദ്ദേഹം തൻ്റെ ജീവിതകഥ എഴുതാൻ തുടങ്ങി. ഇത് വെച്ചിട്ടാണ് ആ പുസ്തകം പൂർത്തിയാക്കാൻ ബോബി തൻ്റെ കണ്ണ് ചിമ്മിയത് ഏകദേശം ഒരു കണക്കനുസരിച്ച് 2 ലക്ഷം തവണയാണ്. കാര്യം അതെ അല്ല ഇതിനു വേണ്ടി. ശരീരം ഒരു ആശുപത്രി കിടക്കെ തളയ്ക്കപ്പെട്ടപ്പോൾ മനസ്സ് ഒരു ചിത്രശലഭത്തെ പോലെ അങ്ങനെ പാറി നടന്നു. അദ്ദേഹത്തിൻ്റെ എഫർട്ടാണത്. അദ്ദേഹം അല്ലാതെ വെറുതെ പാറിയതല്ല കേട്ടോ. ദ ഡ്രൈവിംഗ് ബെൽ ആൻഡ് ദ ബട്ടർഫ്ലൈ എന്ന പ്രശസ്തമായ പുസ്തകം പ്രസിദ്ധീകരിച്ച് വെറും 2 ദിവസം കഴിഞ്ഞപ്പോൾ ബോബി മരണത്തിന് കീഴടങ്ങി. ആ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അത് കാണാൻ അദ്ദേഹം ബാക്കിയുണ്ടായില്ല. എങ്കിലും ലോകത്തിന് അദ്ദേഹം വലിയൊരു പാഠം നൽകി. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തെ ഒരു കൂട്ടിലാക്കും. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ തളയ്ക്കാൻ മറ്റാർക്കും കഴിയില്ല. നിങ്ങൾ തീരുമാനിച്ചാൽ ആ ആത്മാവ് സ്വതന്ത്രമായി വികരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഭാവന എന്ന ചിത്രശലഭത്തെ തടയാൻ ഒരു കൂടിനും സാധിക്കില്ലെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ പുസ്തകത്തിലൂടെ. അതാണ് നമ്മൾ ചില പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ നമ്മൾ തളർന്നു പോകുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നൊരു പ്രഭാതത്തിൽ പറഞ്ഞത് ഇപ്പം യൂട്യൂബിൽ വൈറലായി ഓടുന്നുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യം ഉണ്ടായാലും തളരാതെ ഉള്ള സാധ്യതകൾ വെച്ച് നമ്മളൊരു കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്നതിലെ അത്ര എഫേർട്ടിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നിങ്ങളെ ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല. ആ എഡിറ്റർ ഇൻ ചീഫ് പോലെ ചിത്രശലഭത്തെ പോലെ നിങ്ങൾ പാറി നടക്കും ഈ പ്രപഞ്ചത്തിൽ. അതിന് ഫലവും ഉണ്ടാകുന്നേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.